അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങൾ ലോകത്തെവിടെയുണ്ടോ അവിടെയെല്ലാം ഈ മഹത്തായ തക്ബീർ ധ്വനികളാൽ അന്തരീക്ഷം മുഖരിതമാണ്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയുണ്ടായി, ഏറ്റവും അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ നമ്മൾ സഞ്ചരിക്കുന്നത്. ആ സന്ദർഭം ഈ മഹത്തായ ദിക്റുകളിലൂടെയും പ്രാർത്ഥനാ വചനങ്ങളിലൂടെയും എല്ലാം നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു വരികയായിരുന്നു നമ്മൾ. ഇന്ന് പ്രഭാത പ്രദോഷ സമയങ്ങളിൽ നിർവഹിക്കേണ്ടെന്ന വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനാ വചനം സൂചിപ്പിക്കുകയാണ്. അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദൽ യൗം വഖൈറ മാ ബഅദഹു റബ്ബി അഊദു ബിക മിൻ ശർരി മാ ഫി ഹാദൽ യൗം വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസ്രി വമിൻ സൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വമിൻ അദാബിൻ ഫിൽ ഖബർ. ഇത് പ്രഭാതത്തിൽ പറയേണ്ടതാണ്. അത് പ്രദോഷമാകുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹാ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹാ റബ്ബി അഊദു ബിക മിനൽ കസ്രി വസൂഇൽ കിബരി വഅഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വമിൻ അദാബിൻ ഫിൽ ഖബർ. മൊത്തത്തിലുള്ള ആശയം ഇപ്രകാരമാണ്: അല്ലാഹുവേ, ഈ പകലിലും ഈ രാത്രിയിലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നന്മകൾ എന്തൊക്കെയാണോ ആ നന്മകളെല്ലാം നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഈ പകലിലും രാത്രിയിലും അതിനുശേഷമുള്ള സമയങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള എല്ലാ നാശങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അലസതയിൽ നിന്നും മോശപ്പെട്ട അഹങ്കാര ചിന്തകളിൽ നിന്നും അതോടൊപ്പം തന്നെ നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു എന്നാണ് മൊത്തത്തിൽ ഇതിന്റെ സാരാംശം. ഈ പ്രാർത്ഥനകൾ നമ്മൾക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇത് എഴുതിയെടുത്ത് പഠിച്ച് എല്ലാ പ്രഭാതത്തിലും പ്രദോഷങ്ങളിലും ആവർത്തനം ചെയ്ത് പറയുവാനും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുവാനും ശീലമാക്കുവാനും ശ്രമിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചുള്ള ജീവിതം നയിക്കുന്ന സൗഭാഗ്യശാലികളെയും നമ്മളെയും നമ്മുടെ കുടുംബാദികളെയും ലോക മുസ്ലിമുകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.